അസ്സലാമലൈക്കും. ഉമ്മാ കിച്ചണിക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും സുഖമല്ലേ? എല്ലാവരുടെ വിശേഷം എന്തൊക്കെ? എല്ലാവർക്കും സുഖമല്ലേ? അപ്പം ഉമ്മാൻ്റെ കുട്ടികളെ നമ്മൾ ഇന്നൊരു ചിക്കൻ പൊരി ഉണ്ടാക്കാൻ പോകണം കേട്ടോ. ഉള്ളി ചിക്കൻ. ഇനി ഉമ്മാട്ടിയൊക്കെ ഇഷ്ടമല്ല പേരിടുക. നിങ്ങളൊക്കെ ഉണ്ടാക്കണേ തന്നെയാണ് ഉമ്മി ഉണ്ടാക്കണേ. അല്ല നമ്മൾ പ്രത്യേകിച്ചൊന്നും ഉണ്ടാക്കണില്ലല്ലോ. അപ്പം എല്ലാ മക്കളും ഉമ്മാൻ്റെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. എല്ലാവർക്കും വേണ്ടി ഉമ്മ പ്രാർത്ഥിക്കുക. നിങ്ങളെല്ലാവരും ഞമ്മക്കും വേണ്ടി പ്രാർത്ഥിക്കുക. നിങ്ങളെ ദുആയിലൊക്കെ ഉൾപ്പെടുത്തി. അപ്പോൾ എല്ലാവരും വീഡിയോ കാണണം, വീഡിയോ കാണാതെ പോകരുത്. അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുക. നിങ്ങളെ സപ്പോർട്ട് ഉണ്ടെങ്കിലേ ഉള്ളല്ലോ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുക. അപ്പോൾ ഇതിന് വലിയ ചിലവൊന്നുമില്ല. നമുക്ക് ഈ ചിക്കൻ പൊരിച്ചിക്കാനിട്ടാ ലേശം വെളിച്ചെണ്ണ വേണം, അല്ലാതെ നമുക്ക് തോന്നുന്ന സാധനങ്ങളൊന്നും വേണ്ട. അപ്പം ഉമ്മാട്ടികളെല്ലാവരും വരും ഉമ്മാൻ്റെ കിച്ചണിക്ക് നമുക്ക് ചിക്കൻ പൊരിക്കുക. അപ്പോൾ ഒരിക്കൽ കൂടി നിങ്ങളോട് പറയുന്നു, നിങ്ങളെല്ലാവരുടെ സപ്പോർട്ട് ഉമ്മാക്ക് ആവശ്യമാണ്. അപ്പോൾ എല്ലാവരും നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം. വീഡിയോ കണ്ട് ഒരു ലൈക്കും ഒരു സബ്സ്ക്രൈബും ഒന്നും ചെയ്യാതെ പോകരുത്. മറ്റുള്ളവർക്ക് നമ്മളെ വീഡിയോ ഒക്കെ ഒന്ന് ഷെയർ ചെയ്യണം. പിന്നെ വീഡിയോയിൽ ചെറിയ ചെറിയ തെറ്റുകളൊക്കെ ഉണ്ടാവും കേട്ടോ. നമുക്ക് വീഡിയോ എടുക്കാൻ മാത്രമേ ഉള്ളൂ അറിയാം. മറ്റൊക്കെ കുട്ടികൾക്ക് അറിയണ മാതിരി ഒരു പിന്നെന്താ ഇട്ട് തരലാണ് വീഡിയോ ഒക്കെ എഡിറ്റ് ചെയ്ത്. അപ്പോൾ നമുക്ക് വീഡിയോ ഇങ്ങനെ ഫോണും വെച്ചെടുക്കാൻ മാത്രമേ ഉള്ളൂ അറിയാം. അപ്പം അമ്മാൻ്റെ മക്കളൊക്കെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ചിലപ്പോൾ നമ്മൾ അന്നാന്നത്തെ ഫുഡ് ഉണ്ടാക്കണ ആക്കാരം, ചിലപ്പോൾ നമ്മൾ എന്തെങ്കിലും പ്രത്യേകിച്ച് ഉണ്ടാക്കണുണ്ടെങ്കിൽ അതാക്കാരം. അപ്പോൾ എല്ലാ മക്കളും സപ്പോർട്ട് ചെയ്ത് മുന്നോട്ടൊക്കെ വരിക. അപ്പോൾ എല്ലാവരുടെ സപ്പോർട്ടും ഉമ്മാക്ക് അത്യാവശ്യമാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമുക്ക് കിച്ചണിലോട്ട് പോവുക. എല്ലാവരും ചായ കുടിയൊക്കെ കഴിഞ്ഞില്ലേ? അപ്പോൾ നമുക്ക് കിച്ചണിലോട്ട് പോവുക. ചപ്പാത്തിൻ്റെ കൂടെ, കലക്കി പാർന്ന അപ്പത്തിൻ്റെ കൂടെ, അതേപോലെ ദോശൻ്റെ കൂടെ, അതേപോലെ ബ്രെഡിൻ്റെ കൂടെ. അതിൽ ഏറ്റവും നല്ലത് ബ്രെഡ്, അപ്പം, പിന്നെ ദോശ. ഇതിൻ്റെ കൂടെ കഴിക്കാൻ ഇത് നല്ല രസം ഉണ്ടാവും കേട്ടോ. ഇങ്ങനെ ചിക്കൻ വെച്ചത്. അപ്പം അമ്മാൻ്റെ കുട്ടികളൊക്കെ ഈ ഉള്ളി ചിക്കനൊന്നും ഉണ്ടാക്കി നോക്കുന്നുണ്ടു. ഇനി മട്ടിയൊക്കെ ഇട്ടല്ല പേരൊക്കെ നിങ്ങൾ ഇട്ടോളി. അപ്പോൾ എല്ലാവരും ഉമ്മ കിച്ചണിക്കിട്ട് വരിട്ടോ. അപ്പം നമുക്ക് ചകരം കറിവേപ്പിൻ്റെ ചേർക്കട്ടോ. ഇനി നമ്മളെ ഇത് നമുക്ക് മൂടി വെക്കും. നമ്മളെ ചിക്കനിലെ വെള്ളമൊക്കെ കുറച്ച് ഇറങ്ങിയിരിക്കണം കേട്ടോ. ഇതിവിടെ കടന്ന് പൊരിയട്ടെ. ഇതിൻ്റെ ഇടയ്ക്ക് നമ്മളിങ്ങനെ ഇളക്കി കൊടുക്കണം. ഉള്ളിൻ്റെ അടി പിടിച്ചിടണം കേട്ടോ. ഈ കുറച്ചിട്ട് നമ്മൾ വേവിക്കണം, പൊരിച്ചെടുക്കണം കേട്ടോ. ചിക്കനിലെ വെള്ളമൊക്കെ വറ്റിയിട്ട് ഇനി ഇതിൽ കടന്ന് നമുക്ക് പൊരിച്ചെടുക്കണം. അപ്പോൾ നമ്മൾ ചകരം മല്ലിയിലയും വേപ്പിൻ്റെ ഇലയും ഇട്ട് വെക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇതിൽ കടന്ന് മൂടി വെക്കണ്ട നമുക്ക്. ഇനി ഇതിൽ കടന്ന് പൊരിച്ചെടുക്കണം നമുക്ക്. അപ്പോൾ മുത്തുമണികളെ ഈ ചിക്കൻ പൊരി വല്ലാത്ത ടേസ്റ്റില്ല പൊരി കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് ഇതാണ്ടോ ഉള്ളി പൊരിച്ച് കോരിയതാണ് ഇട്ട് കൊടുക്കണം കേട്ടോ. ചെറുള്ളി പൊരിച്ച് കോരിയതാണെങ്കിൽ നല്ല ഇതിലും വലിയ ടേസ്റ്റ് ആക്കാറ് കേട്ടോ. ഇനി ഒന്നും ഇട്ടില്ലെങ്കിലും ഇങ്ങനെ ഒന്ന് പൊരിച്ചിട്ട് മക്കളൊന്ന് കൂട്ടി വെക്കുള്ളൂ. ഭയങ്കര ടേസ്റ്റാണ്. അപ്പോൾ ഇനി നമുക്ക് ഒരു 5 മിനിറ്റും കൂടി ഇത് പൊരിച്ച് കോരുക. നല്ലൊരു ടേസ്റ്റിലെ ഉള്ളി ചിക്കനാണ്. അപ്പം മക്കളൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ.
വെറുതെ കഴിക്കാനും ടേസ്റ്റാണ്. ഞാൻ അതിങ്ങനെ വെറുതെ കഴിക്കുക കേട്ടോ. അതേമാതിരി നമ്മളെ വെള്ളപ്പത്തിൻ്റെ കൂടെ, പൊറാട്ടൻ്റെ കൂടെ, അത് നല്ല ബ്രെഡിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാക്കാറ്. ചോറിൻ്റെ കൂടി ഇങ്ങനെ ചോറിൻ്റെ കൂടെയാണെങ്കിൽ ഇതിക്ക് കറിയൊന്നും വേണ്ട. ഇങ്ങനെ പൊരിച്ചതും നമ്മളെ വെള്ള ചോറ് അല്ലെങ്കിൽ നെയ്ച്ചോറൊക്കെ നല്ല ടേസ്റ്റാണ്. അമ്മാനെ മക്കളൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കണം. അമ്മാനെ ലൈക്കും സബ്സ്ക്രൈബും ചെയ്ത് സപ്പോർട്ടൊക്കെ ചെയ്യണം മക്കൾ കേട്ടോ. എല്ലാ മുത്തുമണിയാളും അടി പിടിച്ചിട്ടില്ല. നമ്മൾ ഇടയ്ക്ക് ഇങ്ങനെ ഇളക്കി കൊടുക്കണം കേട്ടോ. കൈയിടാതെ നമ്മൾ ഇളക്കി കൊടുക്കണം. ഉള്ളി ചിക്കൻ അമ്മാൻ്റെ മക്കളൊക്കെ ഒന്നായി ഉണ്ടാക്കി വെക്കും. ഉള്ളി ആദ്യം പൊരിച്ച് കോരി വെച്ചാൽ മതി. ഇതിവിടെ നമ്മൾ പൊരിച്ച് കോരിയേ ഇല്ല കേട്ടോ. ഈ ചെറുള്ളി ആണെങ്കിലും നല്ല ടേസ്റ്റ് ഉണ്ടാവും പൊരിച്ച് കോരിയാൽ. കണ്ടോ ഇങ്ങനെ കറുക്കനായിട്ട് വരും ചിക്കന്. ഇനി 5 മിനിറ്റ് നേരം അവിടെ കളഞ്ഞ് പൊടിയട്ടെ കേട്ടോ. മുത്തുമണിയാളെ അമ്മാൻ്റെ ഫുൾ വീഡിയോ കണ്ടിട്ട് നിങ്ങളൊന്ന് ഉള്ളി ചിക്കൻ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കൊണ്ട് കേട്ടോ. നല്ല അടിപൊളി ടേസ്റ്റാണ്. അപ്പം അമ്മാൻ്റെ മക്കളെല്ലാവരും ഉണ്ടാക്കി നോക്കണം വീഡിയോ കണ്ടിട്ട് കേട്ടോ. ഫുൾ വീഡിയോ കണ്ടിട്ട്